ഹലോ ഗൈസ്, നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറായിരുന്ന ജുനൈദ് പുള്ളി ഇന്നലെ ഒരു വാഹനാപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട വിവരം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലേ. എനിക്കും അത് കേട്ടപ്പോൾ വല്ലാത്തൊരു ഷോക്കിംഗ് ആയിരുന്നു. കാരണം ഞാനൊരിക്കലും അദ്ദേഹത്തെ പിന്നെ ഒരു കളിയാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് പറഞ്ഞിട്ടോ ഒന്നും ഒരു കമൻ്റ് ഇടാനോ അദ്ദേഹത്തിൻ്റെ ട്രോളുകളിൽ പോയിട്ടും അങ്ങനെ ഒരു കമൻ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ പൊതുവേ അങ്ങനെ ചെയ്യാറില്ല, ഇദ്ദേഹത്തിനും ചെയ്തിട്ടില്ല. എന്നാൽ പോലും പുള്ളിയുടെ വീഡിയോസൊക്കെ കണ്ട് കുറേ ചിരിക്കുകയും പിന്നെ പറയുന്ന ട്രോളൊക്കെ കണ്ട് കുറേ ചിരിച്ചിട്ടൊക്കെ ഉണ്ട്. ഒന്ന് രണ്ടെണ്ണം കാര്യമൊക്കെ ഷെയർ ആക്കി കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടൊക്കെ കൂടെ ആണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് വല്ലാത്തൊരു വിഷമമായിരുന്നു അത് അദ്ദേഹം മരിച്ചു എന്ന് കേട്ടപ്പോൾ. നമ്മളിതൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ എന്നാൽ പോലും എന്താണ് എനിക്കിത് കേട്ടപ്പോൾ അത് മനസ്സിന് വല്ലാത്ത പ്രശ്നമായിരുന്നു. ഞാനെന്നിട്ട് പുള്ളിയുടെ അക്കൗണ്ട് എടുത്ത് നോക്കിയപ്പോഴും അതിലും ഇതുപോലെ ഒരുപാട് കമൻസ് ഉണ്ട്. കളിയാക്കിയിട്ടുണ്ട്, ഒരുപാട് ട്രോൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്നിട്ടും ഇപ്പം അത് വേണ്ടില്ലായിരുന്നു എന്ന് തോന്നണു എന്നൊക്കെ പറഞ്ഞിട്ടേ ഞാൻ ചോദിക്കട്ടെ, ഇതുകൊണ്ട് എന്താണ് പ്രയോജനം? അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹം ഇതൊന്നും അറിയാൻ പോകുന്നില്ല. നമ്മളിനി അദ്ദേഹത്തിനെ എത്ര പ്രകീർത്തിച്ച് പാടിയിട്ടും കാര്യമില്ല, അദ്ദേഹത്തിന് വേണ്ടി സ്മാരകം പണിതിട്ടും കാര്യമില്ല. അതൊന്നും പുള്ളി അറിയാൻ പോകുന്നില്ല. ഈ ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ട കാര്യമാണ് ജീവൻ എന്ന് പറയുന്നത്. അത് ഈ പറഞ്ഞ വ്യക്തിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി നമ്മൾ എന്തൊക്കെ നേടിക്കൊടുത്തിട്ടും പ്രയോജനമൊന്നുമില്ല, അതറിയാൻ പോകുന്നില്ല അല്ലേ. നമ്മൾ കുറേ നല്ല കമൻസ് ഇട്ട് അല്ലെങ്കിൽ കുറേ #, ക്രിയേറ്റ് ചെയ്ത് ജസ്റ്റിസ് ഫോർ എന്ന് പറഞ്ഞ #, ഇതുകൊണ്ടൊന്നും മരിച്ച വ്യക്തിക്ക് ഒരു ഗുണമില്ല. നമ്മളൊരാളെ സപ്പോർട്ട് ചെയ്യണം, നമ്മളൊരാൾക്ക് ഇത്തിരി സന്തോഷം കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യണം അല്ലേ. ജീവിച്ചിരിക്കുമ്പോൾ ഒരാളെ ഇട്ട് മാക്സിമം ഉപദ്രവിച്ചിട്ട് പിന്നെ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഈ കണ്ണീർ പുഴ ഒഴുക്കുന്നതിനോട് എനിക്ക് അതുകൊണ്ട് കാര്യം എന്താ? ഒരാളെ ജീവിച്ചിരിക്കുമ്പോൾ അയാളെക്കുറിച്ച് ഉള്ള അപവാദം മുഴുവൻ പറഞ്ഞ് ഒരാളെ നെഗറ്റീവ് പറഞ്ഞും നെഗറ്റീവ് കമൻ്റ് ഇട്ടും ഒരാളെ ദ്രോഹിക്കാവുന്നതിൻ്റെ മാക്സിമം ദ്രോഹിച്ചിട്ട് അയാൾക്ക് ജീവിതം വേണ്ട, ഇനി മരിച്ചാൽ മതി എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് വരെ എത്തിച്ചിട്ട് പിന്നെ മരിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ അയ്യോ ചെയ്യണ്ടായിരുന്നു, പാവായിപ്പോയി, കാര്യമില്ല, ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ ആൾ തന്നെ ഒരു കേസിലൊക്കെ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. കേസിൽ പെട്ടുപോയതാണ്, കുറ്റാരോപിതൻ മാത്രമാണ് കേട്ടോ, കുറ്റവാളി എന്ന് ഒരിക്കലും തെളിയിച്ചിട്ടില്ല. അത് ഒരാൾ കുറ്റവാളി ആവണം എന്നുണ്ടെങ്കിൽ അത് കോടതി തെളിയിക്കണം ഇയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന്. അതുവരെ അയാൾ കുറ്റാരോപിതൻ മാത്രമാണ്. പക്ഷെ നമുക്കതിനൊന്നുള്ള സമയമില്ല. എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴത്തേക്ക് അയാളെ പോയി 4 വൃത്തികേട് പറയാതെ നമുക്ക് സമാധാനമേ ഇല്ല അല്ലേ. ഇപ്പോൾ ഒരു പീഡന കേസിലൊക്കെ ഒരു ആളെ കൊടുക്കാൻ വളരെ ഈസിയാണ്. കാരണം സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പരസ്പര സമ്മതത്തോടു കൂടി ചെയ്ത കാര്യങ്ങൾ പിന്നെ ഒരു ചെറിയ പിണക്കം വരുമ്പോഴത്തേക്ക് പീഡനമാക്കി മാറ്റി സ്ത്രീകൾ കേസ് കൊടുക്കുന്നത് വളരെ സാധാരണമാണ്. ഇപ്പോൾ അത് ഈസിയാണ്. അങ്ങനെ ഒരു കേസ് വന്നാൽ അറസ്റ്റും ഉണ്ടാവും. പക്ഷെ എന്ന് കരുതി അയാൾ കുറ്റം ചെയ്തു എന്നതിന് ഒരു ഉറപ്പുമില്ല അല്ലേ. കുറ്റം ചെയ്തു എന്ന് വരണമെന്നുണ്ടെങ്കിൽ കോടതി ഇത് തെളിയിക്കണം. അതിനുള്ളൊരു സാവകാശം പോലും, എന്താണ് സത്യം എന്ന് മനസ്സിലാക്കാനുള്ളൊരു സാവകാശം പോലും ഇല്ലാതെ നമ്മൾ അങ്ങോട്ട് അയാളെ തേജോവധം ചെയ്യും. മാധ്യമങ്ങൾ പ്രത്യേകിച്ച് അവർക്ക് ഇങ്ങനത്തെ ഒരു ന്യൂസ് എന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്നതിനേക്കാളും ഒരു നെഗറ്റീവ് ന്യൂസാണല്ലോ കൂടുതൽ ആൾക്കാർക്ക് കേൾക്കാൻ ഇൻട്രസ്റ്റ്, കൂടുതൽ റീച്ചും ഉണ്ടാവുക. അപ്പോൾ പിന്നെ മാധ്യമങ്ങൾ ഇതങ്ങോട്ട് പൊലിപ്പിച്ച് പറയും കാര്യങ്ങൾ. അപ്പോഴത്തേക്ക് അത് ഏറ്റെടുക്കാൻ ഒരുപാട് യൂട്യൂബ് ചാനൽസ് കാര്യങ്ങൾ എല്ലാവരും, ആരെയും ഞാൻ ഇതാക്കി പറയുന്നില്ല, എല്ലാവരും മനുഷ്യരായ നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണിത്. സത്യാവസ്ഥ മനസ്സിലാക്കാതെ ഒരാളെ നമ്മൾ മാക്സിമം ഉപദ്രവിക്കും. എന്നിട്ട് അയാൾ ഇതുപോലെ എന്തെങ്കിലും മരണപ്പെടുക ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഓർത്ത് പശ്ചാത്തപിക്കും. അതുകൊണ്ട് കാര്യമില്ല. അയാൾ ജീവിച്ചിരുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ സത്യം അറിയാൻ നമ്മൾ മെനക്കെട്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ. ഇപ്പോൾ അതൊക്കെ പോട്ടെ, അതൊക്കെ കഴിഞ്ഞിപ്പോൾ ഒരു ചാനലിൽ ഞാൻ ഇറ്റ്സ് മീ ഖൈസ് എന്ന് പറഞ്ഞ ആ ചാനലിൽ ഞാൻ ഒരു വീഡിയോ കണ്ടു ഇതുമായിട്ട് ബന്ധപ്പെട്ട. വീണ്ടും ആ മനുഷ്യനെ ഒരുമാതിരി ഫണ്ണി ക്യാരക്ടറാക്കി മാറ്റി അഭിനയിച്ച് കാണിച്ചുകൊണ്ടൊക്കെ. എന്താണിത്? ഒരു മരിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് കൊടുക്കേണ്ട ഒരു മിനിമം റെസ്പെക്റ്റ് ഉണ്ട് അല്ലേ. അയാൾ എന്തോ ആയിക്കോട്ടെ, അയാൾ ഏത് രീതിയിലോ ആയിക്കോട്ടെ, പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ ഒരു റെസ്പെക്റ്റ് അയാൾക്ക് കൊടുക്കണം. അത് കൊടുത്തിട്ടേ അയാളെക്കുറിച്ചുള്ളൊരു കണ്ടൻറ്റ് കാര്യങ്ങൾ ഇടാൻ പാടുള്ളൂ. അതാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണത്. ഖൈസിന് എന്ത് തോന്നിയാലും കുഴപ്പമില്ല, എനിക്കിത് പറഞ്ഞേ പറ്റൂ. കാരണം മരിച്ച ഒരാളെ നമ്മൾ വെറുതെ വിടണം. വീണ്ടും അയാളെ അടുത്ത് കൊണ്ടുവന്ന് അവഹേളിക്കുന്ന രീതിയിലുള്ള കണ്ടൻറ്റുകൾ ഉണ്ടാക്കിയിട്ട് പബ്ലിക്കിൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നതിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. റിയലി സോറി. പിന്നെ
അപ്പോൾ അതേ ഉള്ളൂ പറയാൻ. നമ്മൾ ഒരാളെ സ്നേഹിക്കുകയോ സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുകയോ ചെയ്യണമെങ്കിൽ അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചെയ്യുക. മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കണ്ണീർ പുഴ ഒഴുക്കിയിട്ടും ഒരുപാട് പ്രഹസനങ്ങൾ നടത്തിയിട്ടും കാര്യമില്ല. ചെറിയൊരു വേർഡിങ്സ് കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. ഡോണ്ട് സെൻഡ് മീ ഫ്ലവേഴ്സ് വെൻ ഐ എം ഡെഡ്. ഇഫ് യു ലൈക്ക് മീ സെൻഡ് ദം വൈൽ ഐ എം അലൈവ്. അതായത് നിങ്ങൾക്ക് എനിക്ക് പൂക്കൾ തരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തരണം. അല്ലാതെ എൻ്റെ ശവക്കല്ലറയിൽ അത് കൊണ്ടുപോയി വെച്ചിട്ട് എനിക്കതുകൊണ്ട് ഒരു ആവശ്യമില്ല. അത്രേ ഉള്ളൂ. താങ്ക് യു.